ഹായ് ഡേയ്സ്, എൻ്റെ എല്ലാ ഫോളോവേഴ്സും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു പ്രോബ്ലം തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. അതെന്നെ വല്ലാതെ കുഴപ്പിച്ച് കളഞ്ഞൊരു സംഭവമായിരുന്നു അത്. അതായത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ പണം. അപ്പോൾ പണം ഇല്ലാതെ വന്ന സമയത്ത് എനിക്ക് തന്നെ എൻ്റെ മനസ്സിന് നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് പറയുന്നത്. കാരണം എനിക്ക് ജോലി ഉണ്ടായിരുന്നു, എന്നാൽ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് വന്നു. അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസിനെ ഫേസ് ചെയ്യണമെങ്കിൽ പണം വേണമല്ലോ, ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടായ ആ കാലഘട്ടത്തിൽ പണത്തിന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം വിഷമിച്ചു. എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ആരുടെയും ഹെൽപ്പ് സ്വീകരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഒന്നല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മെൻ്റൽ സപ്പോർട്ടോ എന്തെങ്കിലും ചെയ്തു കൊടുക്കാതെ ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല. ഈ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, ഈ പ്രകൃതിയിൽ നടക്കുന്ന ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് എത്ര ഉറപ്പില്ലായിരുന്നു മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകുമെന്ന്. പക്ഷേ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനതിൽ പഠിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇതുപോലെ ഒരു അവിടെ ഒരു ഡെപ്പി ഇരിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ഇതിന് ഏകദേശം ഇതിപ്പോൾ ഞാൻ ഉദാഹരണം കാണിക്കുന്ന കേട്ടോ, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ടൈറ്റായിട്ട് അടച്ചു വെച്ചൊരു ഡെപ്പി ആയിരുന്നു. അപ്പോൾ ആ ഡെപ്പി ഞാനിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഡെപ്പി കാലിയാണ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേഴ്സിൽ നിന്ന് ഞാനൊരു 100 രൂപ എടുത്തു. 100 രൂപ എടുത്തിട്ട് ഇപ്പം ഞാൻ ഇത് വീഡിയോ ചെയ്യാനാണ്, നിങ്ങളെ കാണിക്കാനായിട്ടോ ഇത് കാണിക്കുന്നത്. ഇങ്ങനത്തെ ഒരു 100 രൂപ എടുത്തു. 100 രൂപ എടുത്തിട്ട് ഞാൻ എൻ്റെ കൈവശത്ത് ഈ 100 രൂപ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിലിങ്ങനെ കൈവച്ചിട്ട് ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി, ദുഃഖത്തോടു കൂടിയല്ല, വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് കുറേ പണം ലഭിച്ചതായിട്ട് ഞാനങ്ങനെ വിഷ്വലൈസ് ചെയ്തു. അത് തീവ്രമായി വിഷ്വലൈസ് ചെയ്തു. എന്നിട്ട് ആ പണം ലഭിച്ച ശേഷം എന്തൊക്കെ ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയും എന്ന രീതിയിലെല്ലാം ഞാൻ അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്തു. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം വിഷ്വലൈസ് ചെയ്തു. എന്നിട്ട് ബാക്കി പൈസ എൻ്റെ കയ്യിൽ വരുന്നതായിട്ട് പോലും ഞാൻ വിഷ്വലൈസ് ചെയ്തു. എന്നിട്ട് ഈ പണം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഈ പണത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്, അതിനെ സ്പർശിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, എന്നിലേക്ക് ധാരാളം പണം ഒഴുകി വന്നതിന് നന്ദി യൂണിവേഴ്സ്, നന്ദി യൂണിവേഴ്സ്, നന്ദി യൂണിവേഴ്സ്. എന്നിലേക്ക് ധാരാളം പണം ഒഴുകി വന്നതിന് നന്ദി യൂണിവേഴ്സ്, നന്ദി യൂണിവേഴ്സ്, നന്ദി യൂണിവേഴ്സ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ. അത് 1 മണിക്കൂറോളം പറഞ്ഞു എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മ. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം പണം ലഭിച്ചതായിട്ട് ഞാൻ അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്ത ശേഷം പണം കിട്ടിയത് അത് ഞാൻ ഫീൽ ചെയ്തു. അതിൻ്റെ സന്തോഷം അനുഭവിച്ചു. ഞാനൊരു രോമാഞ്ചം കൊണ്ടു. എനിക്കറിയില്ല, വളരെയധികം സന്തോഷമായി എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്ത ശേഷം ഈ നോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ ആ നോട്ട് ഇങ്ങനെ ആ ഡെപ്പിയിലിട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചു. അതിനുശേഷം ഞാൻ വൈകുന്നേരവും അങ്ങനെ ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ചെയ്തു, വൈകിട്ട് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസമായിട്ടൊന്നും മാറ്റം കണ്ടില്ല. ഏകദേശം ഒരു 18 ദിവസമായപ്പോഴത്തേക്കും എനിക്ക് നേരത്തെ, ഞാനത് മറന്നു പോയൊരു സംഭവമാണ്, നേരത്തെ എനിക്ക് കിട്ടാനുണ്ടായിരുന്ന ഒരു 1,00,000 രൂപ അത് സാങ്ഷനായെന്ന് പറഞ്ഞു. ആ 1,00,000 രൂപ ഉടനെ കൈപ്പറ്റാൻ വരണം. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും അതിന് വേണ്ടി സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, അതിൽ എൻ്റെ ഫോട്ടോസ്, അങ്ങനെ ഒരു കുറേ ഡിമാൻഡ്സുകൾ പറഞ്ഞു. 1,00,000 രൂപ റെഡിയായി കിടക്കുകയാണ്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടാനിരുന്ന പണമാണ്. കിട്ടാണ്ടായപ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. അതെനിക്ക് വളരെ സന്തോഷമായി. 18-ാം ദിവസമാണ് അവരുടെ കോള് വരുന്നത്. ഏകദേശം 21 ദിവസത്തിനകം ഞാൻ പണം കൈപ്പറ്റി എന്നുള്ളതാണ്. അന്ന് എനിക്ക് ബസ്സിൽ സഞ്ചരിച്ച് പോകാൻ പറ്റില്ലായിരുന്നു. ഞാനൊരു ഓട്ടോറിക്ഷയിലാണ് ഞാൻ ആ ഓഫീസിൽ പോയത്. ഇന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തി പറയണത്, അവിടെ ചെന്ന് ഞാൻ ആ പൈസ കൈപ്പറ്റി. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ആ പൈസ കിട്ടിയപ്പോൾ സങ്കടമായിപ്പോയി. ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ വർക്കൗട്ടാകും. ഈ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പ്രെയറാണ്. നല്ലവണ്ണം പ്രാർത്ഥിക്കണം നമ്മൾ, എന്നാലാണ് ഈ പ്രകൃതി യൂണിവേഴ്സ് നമ്മളെ കൈക്കൊള്ളൂ. മെഡിറ്റേഷനും ചെയ്യണം എന്നുള്ളതാണ്. ഈ 2 ചെയ്തതിന് ശേഷം നമ്മൾ
ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നർ വർക്കും കൂടി ചെയ്യണം. ഇന്നർ വർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള മൊത്തം ബ്ലോക്കേജ് മാറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യണം. ബോഡിയെ നല്ലവണ്ണം കെയർ ചെയ്യണം. ധാരാളം വെള്ളം കുടിക്കണം. നല്ലവണ്ണം ഉറങ്ങണം. നെഗറ്റീവ് എനർജി മറ്റുള്ളവരിൽ നിന്നും വരാതെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ആളുകൾ ഫേസ് ചെയ്യാതിരിക്കണം. അങ്ങനെയുള്ള ഇന്നർ വർക്കുകൾ ചെയ്യണം. പിന്നെ മെൻ്റൽ ബ്ലോക്കേജുകൾ മാറ്റണം. ഉള്ളിലുള്ള ട്രോമ, സങ്കടം, നിരാശ, ഒന്നും നടക്കില്ല എന്നുള്ള തോന്നലുകൾ അതെല്ലാം മാറ്റണം. മെൻ്റൽ ബ്ലോക്കേജുകൾ നമ്മൾ മാറ്റണം. പിന്നെ ചെയ്യേണ്ടത് സ്പിരിച്വൽ വേ ആണ്. സ്പിരിച്വൽ വേയിൽ നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം മെഡിറ്റേഷനും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആരും തന്നെ സന്തോഷവാന്മാരല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പണം ആവശ്യമുള്ള സമയത്ത് തീർച്ചയായിട്ടും ഒരു 21 ദിവസം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ, വ്യക്തികൾ, എല്ലാ ഹെൽപ്പുകളും പല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതാണ് ഇതിന് ഉദാഹരണം തന്നെ ഇതാണ്. അപ്പം എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എൻ്റെ ചാനൽ യൂട്യൂബ് പ്രോഗ്രസ്സിലേക്ക് പോവുകയാണോ എന്ന് വെച്ചാൽ പോവല്ല, ആ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. താങ്ക്